ഏരൂർ സ്വദേശിനിയായ ഹോം നഴ്സിനെ ബംഗളൂരുവിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ സ്വദേശിയായ ഹോം നഴ്സിനെ ബംഗളൂരുവിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏരൂർ ആയിരനല്ലൂർ ജോൺ ഭവനിൽ 44 വയസ്സുള്ള ലിസി തോമസ് ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്വദേശി സുധീഷ് നായർ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 വർഷത്തോളമായി ഭർത്താവ് തോമസ് കുട്ടിയുമായി അകന്നു കഴിഞ്ഞിരുന്ന ലിസി പ്ലാച്ചേരി, തിരുവല്ല മുതലായ സ്ഥലങ്ങളിൽ ഹോം നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. വിവാഹബന്ധം വേർപെടുത്തുന്നതിനായി ഇക്കഴിഞ്ഞ 3-ാം തീയതി പുനലൂരിലെത്തുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം എറണാകുളത്തേക്ക് ജോലിക്കായി പോകുകയാണെന്ന് ബന്ധുക്കളോട് പറഞ്ഞു പോവുകയായിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ 8-ാം തീയതി ഞായറാഴ്ച കർണാടകത്തിലെ ബംഗളൂരു ജില്ലയിലെ ആവളഹള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ലിസി തോമസ് മരണപ്പെട്ടു എന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. ഇതേ തുടർന്ന് ബന്ധുക്കൾ ആവളഹള്ളിയിലെത്തി ലിസി തോമസിന്റെ മൃതദേഹം തിരിച്ചറിയുകയും ശരീരമാകെ മർദ്ദനത്തിന്റെ പാടുകളും നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുകളും കാണുകയുണ്ടായി. അന്നേ ദിവസം തന്നെ കോഴിക്കോട് സ്വദേശിയായ സുധീഷ് നായർ എന്നയാൾ ലിസി ശുചിമുറിയിൽ തെന്നിവീണ് മരണപ്പെട്ടെന്ന് ആവളഹള്ളി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ലിസിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതെന്ന് ലിസിയുടെ ബന്ധുക്കൾ അറിയിച്ചു. ഞായറാഴ്ച ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കോഡ് വന്നപ്പോൾ ഞങ്ങൾ ഇതുവരെ പോലീസ് സ്റ്റേഷനിലാണ് കോഡ് വന്നത്. ഇതുപോലെ ലിസി മരണപ്പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ച് ബസ് കയറി അന്നേരം തന്നെ അവിടെ പോയി. അവിടെ ചെന്നപ്പം പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങൾ ചെന്ന് പുള്ളി കാണിച്ചു. ഞങ്ങൾ പിന്നെ ഈ ബോഡി കണ്ടില്ലായിരുന്നു. ചെന്നപ്പോൾ ഒരു രാത്രി ഒരു 8 മണി ഒക്കെ ആയി അവിടെ ചെന്നപ്പോൾ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പോയി ബോഡി കാണുന്നത്. ബോഡി കണ്ടപ്പം അത് ഡോക്ടറും അവിടുത്തെ ഇൻസ്പെക്ടറും അവരെല്ലാം കൂടെ കൂടിയാണ് ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കാൻ പോയത്. കാണിക്കാൻ ചെന്നപ്പം അവരെല്ലാം ഓപ്പണാക്കി നോക്കിയപ്പം അതിനകത്ത് മുറിവുകളൊക്കെ കണ്ടു. അപ്പോൾ അത് മർഡറാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് മർഡർ കേസ് അറ്റൻഡ് ചെയ്ത് ആ പ്രതിയെ നേരം ജയിലിലിട്ട് വിട്ടു. പ്രതി ഒരു സൈക്കോ മോഡലാണ് സംസാരം. പുള്ളി ഒരു മെൻ്റൽ പോലെ ഉള്ളൊരു വിഷയമാണ്. ഇവരെ പറഞ്ഞു വിട്ടത് ആരാണെന്ന് നമുക്ക് പോയ കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതിപ്പം നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഞങ്ങളോട് പറയാതെ പോയത്. ഇത് എറണാകുളത്ത് പോകാമെന്ന് പറഞ്ഞാൽ പോയത്. പോയി പിന്നെ എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെയാണ് ഞങ്ങളെ വിളിക്കുമ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത്. മുറിവ് കാലിൽ 2 മുറിവുണ്ട്. പിന്നെ അവർ ആദ്യം പറഞ്ഞത് ബാത്റൂമിൽ തെന്നി അടിച്ച് വീണെന്നാണ് ഞങ്ങളോട് പറഞ്ഞ് വിളിച്ചത്. ഇനി മുറിവുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ബാത്റൂമിൽ വീണതല്ല, ഇത് മർഡറാണെന്ന് പോലീസുകാരും ആരും കണ്ടു പറഞ്ഞു. കൈയുടെ ഇവിടെ ഒരു മുറിവുണ്ട്, നെറ്റിയുടെ ഈ ഭാഗത്തൊരു മുറിവുണ്ട്. അടി കൊണ്ട ഭാഗമാണ്. പിടിച്ച് ലാസ്റ്റ് അടിച്ചിട്ട് പിന്നെ പിടിച്ച് തെളിയ വഴിക്ക് തല എന്നിട്ട് മറ്റേ ഡോറയിലൊക്കെ ഭിത്തിയുടെ മൂലയ്ക്ക് കണ്ട് ഇടിച്ച് വീഴും. അങ്ങനെ വീണ് ഇയാൾ നേരിട്ട് ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞ് ഇതുപോലെ ഞാനൊരു കൊല ചെയ്തിട്ടുണ്ട്, പിടിച്ച് തെളിയിപ്പം വീണതാണ്. സുധീഷ് നായർക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ആവളഹള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ പലരിൽ നിന്നുമായി 4 ലക്ഷത്തോളം രൂപയും 5 പവനോളം സ്വർണവും ലിസി തോമസ് വാങ്ങി മറ്റൊരാൾക്ക് നൽകിയിരുന്നുവെന്നും അത് ചോദ്യം ചെയ്തതോടെയാണ് താനുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതെന്നും ഈ സ്വർണവും പണവും കൈക്കലാക്കിയവർ തന്നെയാണ് ലിസിയെ കൊലപ്പെടുത്തിയതെന്നും സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എറണാകുളത്ത് ജോലിക്ക് പോയ ലിസി എങ്ങനെ ബംഗളൂരുവിൽ എത്തി എന്നതടക്കമുള്ള വിവരങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ലിസിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുന്നതിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ലിസിയുടെ ഭർത്താവ് തോമസ് കുട്ടി പറഞ്ഞു. PCC ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ്, സി സഞ്ജയ് ഖാൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഡെനിമോൻ, തോമസ്, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നിന്നും മൃതദേഹം നാട്ടിലെത്തിച്ചു. 2 മണിയോടെ ആയിരനല്ലൂർ CSI ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിച്ചു. അനു തോമസ്, ടിബു തോമസ്, റിച്ചു തോമസ് എന്നിവരാണ് മക്കൾ. കർണാടകയിലെ മലയാളി അസോസിയേഷന്റെ സഹായത്തോടെ കേസുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തകരും പറഞ്ഞു. നമ്മുടെ പുനലൂരിലെ ANTUC യൂണിയനിൽപ്പെട്ട ചുമട്ടുതൊഴിലാളി ആയ തോമസിൻ്റെ ഭാര്യ ലിസി ബാംഗ്ലൂരിൽ വെച്ച് കൊല്ലപ്പെട്ടതായാണ് വിവരം പ്രാഥമികമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. ഇവിടെ നിന്ന്
തിരുവല്ലയിലൊരു വീട്ടിൽ ജോലിക്കായി പോയതാണ്. അതിനുശേഷം അവർ ബാംഗ്ലൂരിൽ എങ്ങനെ എത്തിപ്പെട്ടെന്നും മരണത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ദുരൂഹമാണ്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ കർണാടക മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് പുനലൂർ സ്വദേശിയായ ശ്രീ സുനിൽ തോമസ്, അദ്ദേഹവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിലെ ദുരൂഹതകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അതോടൊപ്പം ഈ കുറ്റകൃത്യത്തിൽ മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി ശ്രീ സുനിൽ തോമസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലെത്തി ഈ മരണത്തിൻ്റെ ഉണ്ടായ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ജില്ലാ വിഷൻ ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.